ഈ കഴിഞ്ഞ 4-ാം തീയതി വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണി UDF അധികാരത്തിൽ വന്നിട്ടില്ല, വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ഉച്ചയായപ്പോൾ ട്രെൻഡ് മനസ്സിലാവുമല്ലോ. ഞാൻ പറയാൻ പോവായിരുന്നു. അല്ല, UDF ജയിക്കാൻ പോവാണെന്ന് വരുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ, കാലിക്കട്ട് കരിപ്പൂർ എയർപോർട്ടിൽ ഈ സ്വർണം പിടിക്കാൻ വേണ്ടി പോലീസിനെ നിയോഗിച്ചിരുന്നു. ആ പോലീസ് ഗ്യാങ്ങിനെ മുഴുവൻ ഉച്ചയ്ക്ക് ജില്ലാ പോലീസ് മേധാവി സ്ഥലം മാറ്റുകയാണ്. അതായത് കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച ആ സ്വർണം പൊട്ടിക്കൽ ടീം, പോലീസിലെ ടീം, അവരെ സ്ഥലം മാറ്റുന്നു. നോക്കൂ, ഒരു നിമിഷം. അതായത് PV Anwar MLA LDF ഇറക്കിവിട്ട 6 പരാതി സർക്കാരിന് കൊടുത്തു. അതിൽ ത്രിതല അന്വേഷണം നടക്കുകയാണ്. ത്രിതല അന്വേഷണം, പലതരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം എവിടെയാണെന്ന് അറിയില്ല. ഇന്ന് ആഭ്യന്തരമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇതിൽ ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല. അത് PV Anwar ഉയർത്തിവിട്ട രാഷ്ട്രീയവും നിയമപരവുമായ ഒരാരോപണത്തെ സപ്പോർട്ട് ചെയ്യുകയോ അതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. അൻവറിനെ മറന്നു UDF എന്ന് മനസ്സിലാക്കണോ? ഇല്ല ജിംസ്, അങ്ങനെയല്ല. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. PV Anwar ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുകളെല്ലാം തന്നെ അദ്ദേഹം ആരോപിച്ച ഈ 1/2 ഡസനോളം കേസുകൾ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലാണ്, കോഴിക്കോടാണ്. മാമി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കൂടെ ഇടനിലക്കാരനായിരുന്നു. അദ്ദേഹത്തെ കാണാണ്ടായി. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ 2 വർഷമായിട്ട് കാണാനില്ല. അദ്ദേഹത്തെ പറ്റി ഒരു അന്വേഷണവും ഇല്ല. ആ അന്വേഷണം അട്ടിമറിച്ചു. അതുപോലെ തന്നെ ആ റിദാൻ ഫാസിൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വെടിയേറ്റ് മരിക്കുന്നു കേരളത്തിൽ. അത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും ഇത്തരം ചെറുപ്പക്കാരെ, ഈ സ്വർണ്ണക്കടത്തിൽ മൊഴി നൽകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന ചെറുപ്പക്കാരെയൊക്കെ പ്രത്യേകം മയക്കുമരുന്ന് കേസുകളിൽ പെടുത്തി നിങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ ജയിലിലിടും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ ചെറുപ്പക്കാരും മൊഴി നൽകാതെന്നൊക്കെ PV Anwar പറഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രി ഇന്നത്തെ ഇതിൽ ആരും അങ്ങനെ പ്രത്യേക ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. PV Anwar ഈ കേസുകൾ, ഈ 1/2 ഡസൻ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. ആ പരാതി കൊടുക്കും. അതിന്മേൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് ആഭ്യന്തര വകുപ്പിനെ കാണുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ പുതിയ SIT രൂപീകരിച്ച് വളരെ കേരള ജനത മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഈ ഒരു കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കകം കേസ് അന്വേഷണം നടത്തി ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി തുടർച്ചയുണ്ടാവും. സർക്കാർ വന്നല്ലേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി ഇന്നിപ്പോ എല്ലാ കാര്യങ്ങളിലും മറുപടി പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് ഒറ്റ വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം തുടർന്ന് വരുന്ന ഇനി പരാതിയുടെ അടിസ്ഥാനത്തിൽ 100% ഈ കേസുകൾക്കൊക്കെ പുനരന്വേഷണം ഉണ്ടാകുമെന്നാണ് PV Anwar ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ശ്രീ സേനാപതി വേണു, ഈ കഴിഞ്ഞ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം. അതെവിടെയാണ്? ഇത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇനി കോടതി പറയണമായിരിക്കും. ഓക്കെ. മറ്റൊന്ന്, ഈ അഡീഷണൽ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും അല്ലാത്തതുമായ വിവാദങ്ങൾ. RSS മേധാവിയെ കണ്ടത്, RSS മേധാവിയെ കണ്ട വിവരം ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം. അതുപോലെ ആ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം, അതെവിടെയായെന്നോ ആർക്കും അറിയില്ല. പൂരം കലക്കിയ സംഭവം, അതിൻ്റെ റിപ്പോർട്ട് എന്തായി, അതിൻ്റെ നടപടി എന്തായി അറിയില്ല. ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്താണ് ഈ ADGP ഇപ്പോഴും സർവീസിലുണ്ട്. അദ്ദേഹം ഇപ്പോഴും പവർഫുള്ളാണ്, ADGP പൊസിഷനിലാണുള്ളത്. പക്ഷേ ആഭ്യന്തരമന്ത്രിക്ക് ഇത്രയും ദിവസമായിട്ടും ആ വിഷയം ഒന്ന് പരാമർശിക്കുകയോ അതിൽ ഇടപെട്ട് എന്തെങ്കിലും അന്വേഷിക്കണമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാകും?